ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സൂക്ഷിച്ച് മാത്രമേ അവനോട് ഇടപെടാൻ പറ്റൂ. ഇല്ലെങ്കിൽ അവൻ തിരിച്ചടിക്കും. അവന്റെ സർവ്വശക്തി എടുത്തും തിരിച്ചടിക്കും. എന്തായാലും ആ 12 വീടുകളും ഇടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ ഭൂമി കയ്യേറി അവൻ അങ്ങനെ തൊഴിലാളികളെ തീറ്റിപ്പോറ്റണ്ട. എന്തായാലും തീരുമാനമെടുത്ത സ്ഥിതിക്ക് നിന്റെ ഈ ഒറ്റയാൾ പോരാട്ടത്തിലുള്ള സഹായിയുടെ റോളിൽ നമ്മുടെ ആ കാഹളം കുമാറിനെ കൂട്ടം നല്ലതാ. പഴയ യുദ്ധമറകളക്കാരിയാന്ന കാഹളത്തിനെ മോളെ നന്നായിട്ട് സഹായിക്കാൻ കഴിയും. അതിനുള്ള പല രേഖകളും അയാളുടെ കയ്യിൽ ഉണ്ടാവുന്നേ. ആ അയാൾ ഇന്ന് വരെ ഒരാളിൽ നിന്നേ ഒരു ചായക്കാശ് പോലും മേടിക്കാതെ നാടിനു വേണ്ടി മാത്രം ജീവിച്ചൊരുത്തനാ. പാവപ്പെട്ടവരുടെ ശബ്ദമായി നിന്ന് മുതലാളിമാരുടെ ഉറക്കം കെടുത്തിയവനാ. അവൻ ആദ്യമായിട്ടാ എന്റെ അടുത്തൊന്നൊരു കാര്യം ആവശ്യപ്പെടുന്നതേ. അത് മോളെ വിശ്വസിച്ച മോക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. നീ എവിടെ അടുത്തടാ? എടാ കുറച്ച് നേരത്തേക്ക് വീട്ടിൽ വരാൻ നോക്കടാ. പുറത്ത് നിന്ന് മാത്രം എന്ത് പണി നിനക്കുള്ളേ? ദയവായിരുന്നു പണി ഏൽപ്പിച്ച ആള് നേരിട്ട് തന്നെ ചോദിച്ചോ. പോയ കാര്യം എന്തായി? അവൻ പലിശ തന്നോ? അത് ഞാൻ ചോദിക്കാൻ ചെന്നു. അപ്പൊ അവൻ കുറെ അധികം സങ്കടങ്ങൾ പറഞ്ഞു. അവന്റെ ഭാര്യ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതിന് നമ്മൾ എന്ത് വേണോടാ? പലിശയ്ക്ക് കാശെടുത്താ പലിശ തരണം. അത് നാട്ടുകിടപ്പാ. പ്രസവവും മരണമൊന്നും അതിനെ ബാധിക്കേണ്ട കാര്യമില്ല. അതല്ലമ്മേ, അയാൾ ആകെ പരിങ്ങല്ലാണ്. അമ്മേ, അവന് മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലാണ്. എടാ, എന്താണ് നിനക്ക് പറ്റിയേ? സങ്കടങ്ങൾക്ക് മുന്നിലും കണ്ണീരിന് മുന്നിലും വീണു പോകുന്നതിനായിരുന്നില്ലല്ലോ നീ. ഞാൻ വളർത്തിയ വിഷ്ണു ഇങ്ങനെ ആയിരുന്നില്ലല്ലോടാ. പിന്നെന്താ നീ ഇങ്ങനെയൊക്കെ? എടാ, എന്താണ് നിനക്ക് പറ്റിയത്? നീ എന്താ ദാനധർമ്മത്തിന് ഒരുങ്ങാണോ? എടാ, പണം വാങ്ങിക്കാൻ വിട്ട പണം വാങ്ങിക്കണം. അമ്മ, അവരുടെ അവസ്ഥ കൂടി നമ്മൾ നോക്കണ്ടേ? എടാ, അങ്ങനെ നോക്കാൻ പോയ നമ്മുടെ അവസ്ഥ എന്താവുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ? എടാ, നിന്നെ കണ്ടുകൊണ്ടാ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. പഴയ ഇടിവള വിഷ്ണുവിന്റെ ബലത്തിൽ. അല്ലാതെ മാനസാന്തരം വന്ന വിഷ്ണുവിനെ എനിക്ക് ഈ പണിക്ക് വേണ്ട. ഇതെന്താ നിന്റെ ഈ മാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നീ പറയുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ വാക്കേ ഉള്ളൂ. എടാ, ചതിക്കരുത്. എടാ, നമ്മൾ നേരത്തെ നടത്തിയിരുന്ന പോലെ അല്ല കാര്യങ്ങള്. നമ്മളെ പോലെ നിരവധി ആളുകൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പുറം പാർട്ടിക്കാരും വന്ന് ചാടിയിട്ടുണ്ട്. എടാ, അവരെയൊക്കെ നേരിട്ട് കൊണ്ട് വേണം നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ.